എന്തുകൊണ്ടാ കറുപ്പൊക്കെ ഇട്ട് അവിടെ മുഖ്യം വല്ലതും കൂടി പോകുന്നുണ്ടോ? അതിനിപ്പോ കറുപ്പിനോട് എതിർപ്പുള്ളത് മുഖ്യന് മാത്രമല്ലല്ലോ കേരളത്തിൽ. കറുപ്പിനോട് എതിർപ്പ് കൂടി വരുമല്ലേ കേരളത്തിൽ. എന്തു ചേട്ടാ മനസ്സിലായില്ല, ഒന്ന് വ്യക്തമാക്കിയേ. അത് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡോക്ടർ R.L.V. രാമകൃഷ്ണനെ അറിയാം. അറിയാം, നമ്മുടെ കലാഭവൻ ചേട്ടന്റെ സഹോദരനല്ലേ? അതെ, അദ്ദേഹം നമ്മുടെ കലാഭവൻ മണിച്ചേട്ടന്റെ അനിയനുമാണ്, നർത്തകനുമാണ്, നൃത്ത അധ്യാപകനുമാണ്. അത് മാത്രമല്ല, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു അഭിനേതാവ് കൂടിയാണ്. അതെ, അദ്ദേഹം അറിയപ്പെടുന്ന അഭിനേതാവ് കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കലാമണ്ഡലം സത്യഭാമയെ അറിയാവൂ? അറിയത്തില്ല. നിനക്കും അറിയില്ല? ഇല്ല. എനിക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ മഹതി ഒരു യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ R.L.V. രാമകൃഷ്ണനെതിരെ വളരെ അതിശയപകരവും വംശീയമായിട്ടുള്ള പരാമർശമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം കറുത്തവനാണെന്നും അതുകൊണ്ട് തന്നെ മോഹിനിയാട്ടം കളിക്കാൻ യോഗ്യനല്ലെന്നും, അതുമാത്രമല്ല എത്രയോ സുന്ദരന്മാരായ ചെറുപ്പക്കാരുണ്ടെന്നും ഇയാളെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ലെന്നുമായിരുന്നു ഈ മഹതി പറഞ്ഞിട്ടുള്ളത്. എന്തോന്ന് ചേട്ടാ, മ്ലേച്ഛം തന്നെ. ഇവരൊക്കെ ഇതുവരെ 18ാം നൂറ്റാണ്ടിൽ ട്രെയിൻ കറിങ് എത്തിയില്ലയോ? തള്ളയുടെ മനസ്സിന്റെ ഒരു കറുപ്പേ അപാരം തന്നെ. ഡോക്ടർ R.L.V. രാമകൃഷ്ണൻ, നിങ്ങൾ ഞങ്ങൾക്ക് കറുത്തവനല്ല, കലാകാരനാണ്. കലാമണ്ഡലം എടുത്തു കളഞ്ഞ സത്യഭാമ, നിങ്ങൾ ഞങ്ങൾക്ക് വെളുത്തവളല്ല, വെറുത്തവളാണ്.